ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാനും ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തലേദിവസം തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് ഞാൻ വച്ചിട്ടുണ്ട്. എന്നാലും രാവിലെ ഒരു ടെൻഷനാണ്, ദോശ ഉണ്ടാക്കണോ ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമുക്ക് സാധാരണ എല്ലാ വീട്ടമ്മമാർക്കും ഒരിത് കാണുമല്ലോ രാവിലെ. ഞാൻ കൂടുതലും ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ രണ്ടുപേരും ഒരെണ്ണം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്പൂണ് മാവല്ലേ ഒഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദോശയാകുമ്പോൾ ഞാൻ ചിലപ്പോൾ വലിയ സ്പൂണിന് ഒരു തവി ഒഴിച്ചുണ്ടാക്കും. ഇല്ലെങ്കിൽ ഒരു സ്പൂൺ കുറച്ച് മാവും കൂടെ ഒഴിച്ച് ഇത്തിരി വലിയ ദോശയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ ആലോചിച്ചിട്ട് ദോശ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ മാവൊക്കെ ആവശ്യത്തിനെടുത്ത് ഉപ്പൊക്കെ ഒഴിച്ച് ദോശക്കല്ല് ചൂടായപ്പോൾ അതിലേക്ക് വലിയ സ്പൂണാണ് കേട്ടോ ഒരു തവി മാവ് ഞാൻ ഒഴിച്ച് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിന്ന് നെയ്യൊന്നും ഒഴിക്കുന്നില്ല. നല്ല കറി ഇന്ന് റെഡിയാക്കിയാണ് ദോശയ്ക്ക്. അതുകൊണ്ട് പിന്നെ ചമ്മന്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് സാമ്പാറൊക്കെ ആണെങ്കിൽ നെയ്യും കൂടെ ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നെയ്യും കൂടെ അവർക്ക് ശരീരത്തിൽ ചെല്ലുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം ദോശയൊക്കെ ഞാൻ റെഡിയാക്കി. സാധാ ദോശയാണ് കേട്ടോ, നെയ്യൊന്നും ഒഴിക്കാതെ ദോശയൊക്കെ റെഡിയാക്കി. പിന്നെ ഇന്ന് കറിക്ക് വേണ്ടി പൊട്ടറ്റോ കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കേണ്ട, സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പൊട്ടറ്റോ കറിയാണ് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോയും സവാളയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞളും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കുക. ഒരു 4-5 വിസിലാക്കണം കേട്ടോ. അങ്ങനെ നല്ലതായിട്ട് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ, നല്ലതായിട്ട് വെന്ത് കിട്ടണം. നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം വെന്ത് കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി അതിലേക്കിട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കണമെങ്കിലും അരച്ച് ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. പെട്ടെന്ന് രാവിലെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂണ് ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ അല്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ നമ്മുടെ കുക്കറിൽ പൊട്ടറ്റോ വേവിച്ച കുക്കറുണ്ടോ, അത് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് കുലുക്കി ആ വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ദോശയായതുകൊണ്ട് ഇത്തിരി കൂടെ കുറുകി നല്ല ഒരു ലൂസ് പരുവത്തിലാവണമല്ലോ. അപ്പോൾ പൊട്ടറ്റോ നല്ല വെന്തതുകൊണ്ട് അത്യാവശ്യം കുറുകിയും കിട്ടിയിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ പൊട്ടറ്റോ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കറിയും ദോശയൊക്കെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ച്. അപ്പോൾ രാവിലെ ഇന്ന് ചായയൊന്നും കുടിക്കാൻ നിന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കുള്ള പാലും വെള്ളമൊക്കെ തേയിലയൊക്കെ ഇട്ട് ഗ്യാസിൽ വെച്ച്. പിന്നെ മക്കളൊന്നും രാവിലെ ചായ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അതിലെനിക്ക് ഇഞ്ചി ഇടാനും പറ്റത്തില്ല, അവർ കുടിക്കില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ചായ അഥവാ കുടിക്കുകയാണെങ്കിൽ ഒരല്പം ഇഞ്ചിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിക്കും. അങ്ങനെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചതച്ച് ചായയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ തേയിലയിൽ ഞാൻ 2-3 ഏലക്കൊക്കെ ചതച്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചായ റെഡിയായി. ഞാൻ 2 ദോശയും നമ്മുടെ പൊട്ടറ്റോ കറിയും ചായയൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിളിലിരുന്ന് കഴിച്ചു. ഇനി നമ്മൾ കഴിച്ച പാത്രങ്ങളും പിന്നെ ഇടയ്ക്ക് കറിയും ദോശയൊക്കെ വേണമെങ്കിൽ നമ്മൾ വീണ്ടും വന്ന് എടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഡൈനിങ് ടേബിളിൽ തന്നെ കൊണ്ടുവച്ച് അങ്ങനെ അത് കഴിച്ചതും എല്ലാം ഒന്ന് എടുത്ത് കിച്ചണിൽ വച്ചിട്ട് പിന്നെ രാവിലെ ധൃതി ആയത് കാരണം എല്ലാം നമ്മൾ ഈ ഡൈനിങ് ടേബിൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടായിരിക്കും കേട്ടോ. മക്കൾ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളെല്ലാം അവർ പെട്ടെന്ന് കാണുന്നത് ഡൈനിങ് ടേബിളാണ്, അതുകൊണ്ട് അവിടെ തന്നെ വയ്ക്കും. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളൊന്ന് വൃത്തിയാക്കി ഇടുകയാണ് പതിവ്. അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൽ എടുക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ വേറൊരിടത്ത് വയ്ക്കാതെ അതാത് സ്ഥാനത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇരട്ടി ജോലിയാണ്. ഇതുകൊണ്ട് അവിടെ വയ്ക്കും, പിന്നെ അവിടെ നിന്ന് വീണ്ടും കൊണ്ട് മറ്റൊരു സ്ഥാനത്തേക്ക് വയ്ക്കുക. അങ്ങനെയല്ല, നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ സ്ഥാനവും ഇരിക്കുന്ന സ്ഥലത്ത് അതാതങ്ങ് വയ്ക്കുക. അപ്പോൾ അത് ഒതുങ്ങിയിരിക്കും. പിന്നെ നല്ലതായിട്ട് തുടച്ചിടുക കേട്ടോ. നമ്മളിപ്പം വലുതായാലും ചെറുതായാലും കുറഞ്ഞതായാലും കൂടിയതായാലും നമ്മളെ വീട്ടിലുള്ള ഡൈനിങ് ടേബിൾ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇടുക കേട്ടോ. അതാണ് എപ്പോഴും നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് നമ്മളെ വീട്ടിൽ കിട്ടുന്നത്.
ഇപ്പം നമ്മൾ കുറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ വൃത്തിയില്ലാതെ ഇടിക്കരുത്. നല്ല വൃത്തി നീറ്റായിട്ട് എപ്പോഴും ഡൈനിങ് ടേബിൾ ഇടുക. അങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടി കുക്കറൊക്കെ കഴുകി വൃത്തിയാക്കി ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ ഈ കുക്കറിൽ അരിയും വെള്ളമൊക്കെ വയ്ക്കുന്ന സമയത്ത് അതും വേവ് നമ്മൾ ബാക്കിയുള്ള ജോലികളൊക്കെ അങ്ങ് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ കുക്കറൊക്കെ കഴുകി അതിലേക്ക് ആവശ്യത്തിനുള്ള അരിയും വെള്ളമൊക്കെ ഇട്ട് അത് വേവാൻ വെച്ചു. അത് വെന്ത് മാറ്റിയതിന് ശേഷം ഇന്ന് നമുക്ക് പരിപ്പും നല്ല മുരിങ്ങയിലൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം ചോറിന്. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ പരിപ്പ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് അത് വേവാൻ വെച്ചു. അപ്പോൾ വേവുന്ന സമയത്ത് അതിനുള്ള അരപ്പ് റെഡിയാക്കണം. തേങ്ങയും ജീരകവും, എരിവിന് വേണ്ടി 1 സ്പൂൺ മുളക് പൊടിയും, പിന്നെ ഒരല്ലി വെളുത്തുള്ളി ഇടാം. ആ വെളുത്തുള്ളിയും കൂടെ ഇടണം മസ്റ്റായിട്ട്. പിന്നെ 2 അല്ലി ചെറിയ ഉള്ളി ഇതും കൂടെ ചേർത്ത് പിന്നെ അല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ അരപ്പിനൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അല്പം മഞ്ഞളും കൂടെ ഇട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മളെ പരിപ്പ് ഇതാ നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് കുതിർന്നതുകൊണ്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മുരിങ്ങയില ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് നമ്മുടെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ആയിപ്പോരുത് കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നല്ലതായിട്ട് തിളപ്പിച്ച് എടുക്കുക. ഇത് നല്ലൊരു കറിയാണ്. ഈ മുരിങ്ങയിലേക്ക് കഴിക്കാൻ മടിയുള്ള കുട്ടികളും മുതിർന്നവരൊക്കെ കാണുമല്ലോ നമ്മളെ വീട്ടിൽ. അപ്പോൾ അവരെയൊക്കെ കഴിപ്പിക്കാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. നമുക്ക് മുരിങ്ങയില ഇങ്ങനെ ആകുമ്പം അറിയാതെ അവർ കഴിച്ചോളും. ചോറിലൊഴിച്ച് സാധാ പോലെ അങ്ങ് കഴിച്ചോളും. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളിതുപോലെ ഒരു കൈപ്പിടി മുരിങ്ങയില മതി കേട്ടോ. അത് ഉള്ളിൽ ചെല്ലുമ്പോൾ അത് കുട്ടികൾക്ക് നല്ലതാണ്. പല്ലിനായാലും തലമുടിക്കായാലും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ഐറ്റമൊക്കെ ഇടയ്ക്ക് റെഡിയാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കറി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കടുകും കൂടെ ഒന്ന് താളിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലയും പരിപ്പും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കറി റെഡിയായി. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട അതൊക്കെ വച്ചിട്ട് അത് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ക്ലീനിങ് ഒക്കെ കഴിയുമല്ലോ. അങ്ങനെ അയലയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 4 അയല ഇട്ടി. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മസാലയൊക്കെ പുരട്ടി അതൊക്കെ വച്ചിരുന്നു. അങ്ങനെ അത് ഫ്രൈ ചെയ്യാൻ വെച്ചു. പിന്നെ അപ്പുറത്ത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കാമെന്ന് വിചാരിച്ച്. അതിവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതും കൂടെ ചീനച്ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വെണ്ടയ്ക്കയും സവാളയൊക്കെ കട്ട് ചെയ്തതൊക്കെ ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. അപ്പം നമ്മൾ ഇനി ഇത് രണ്ടിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് താനേ അവിടെ ഇരുന്ന് കുക്കായിക്കോളുള്ളൂ. മീൻ ഫ്രൈ ആയാലും മെഴുക്ക് പുരട്ടിയായാലും. അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ അടുപ്പിൽ വെച്ച് അതാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നേരത്തെ ഞാൻ ക്ലീൻ ചെയ്യാത്തത് ഇന്ന് ചിലപ്പോൾ കറണ്ട് പോകുമെന്നൊരു മെസ്സേജ് വന്നു. അപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ക്ലീനിങ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ പാത്രമൊക്കെ ഒന്നും വാരി നിരത്തിയൊന്നും ഇട്ടില്ല. ഒന്ന് ഒതുക്കി വെച്ചിട്ട് പെട്ടെന്ന് ബാക്കിയുള്ള ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ പെട്ടെന്ന് അത് റെഡിയാക്കി എടുത്തത് കേട്ടോ. കറണ്ട് പോകണമെങ്കിൽ പിന്നെ അരയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അതെല്ലാം അരച്ച് നമ്മുടെ ലഞ്ചെല്ലാം റെഡിയാക്കി വെച്ചു. മീനിന് ഞാൻ അരച്ച് വെച്ചിട്ടാണ് പിന്നെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ അതാത് കഴുകി അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് വച്ച് ഉണങ്ങി തുടച്ചിട്ട് അങ്ങനെയൊക്കെ വച്ച് കൊടുക്കുക. നമ്മുടെ ആ സാഹചര്യം അനുസരിച്ചൊക്കെ നമ്മൾ ജോലികളൊക്കെ ചെയ്ത് എടുക്കുക കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഹാർട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ സമയത്ത് നമ്മളെ മീൻ ഫ്രൈയും മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി. പിന്നെ അതാ കുറച്ച് ചൂരയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉച്ചത്തേക്ക് ചിലപ്പോൾ എടുക്കുകയുള്ളൂ നമ്മൾ മീൻ ഫ്രൈ ഉണ്ട്. അപ്പോൾ വൈകിട്ട് ഇന്ന് നമുക്ക് ഗോതമ്പ് പുട്ടും മീൻ കറിയും കഴിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം മീനും കൂടെ ഒന്ന് കറി വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് രാത്രി എളുപ്പമാവുമല്ലോ. പുട്ട് മാത്രം റെഡി ആക്കിയതല്ല. ഇവിടെ അങ്ങനെ പുട്ട് കൂടുതലും ചോറ് കഴിക്കാറില്ല. അതുകൊണ്ട് അതിനുള്ള മീൻ കറിയും കൂടെ ഞാനിപ്പോൾ തന്നെ ഒന്ന് റെഡിയാക്കി വയ്ക്കണം കേട്ടോ. അപ്പം മീനിനുള്ള അരപ്പൊക്കെ ഇതാ മിക്സ് ചെയ്ത് നല്ല മണമുള്ള മുളകുണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഒഴിച്ച് അരപ്പൊക്കെ ഒഴിച്ച്
വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കിച്ചണിലെ ഉച്ചത്തെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ 2-3 ദിവസമായി കേട്ടോ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മുടെ കിച്ചൻ്റെ സ്ലാവിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നും മാറ്റിയിട്ട് തുടച്ചെടുക്കും. അപ്പോൾ ഒന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ലല്ലോ, 2-3 ദിവസമാകുമ്പോൾ എന്തെങ്കിലും പൊടികളും വേസ്റ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കും. അതുകൊണ്ട് 2-3 ദിവസത്തിൽ ഒരിക്കൽ ഇതുപോലെ എല്ലാം എടുത്തൊന്ന് തുടയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ നീറ്റായിട്ട് നല്ലതായിട്ട് ഫ്രഷായിട്ട് പുതിയതുപോലെ ഇരിക്കാൻ അത് സഹായിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്യും. നമ്മൾ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും ഇതുപോലെ ഗ്ലാസ് പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡ്, ഫ്ലവർ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് എല്ലായിടും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പും കിച്ചൻ്റെ സ്ലാബും ഒക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റായിട്ട് എടുത്താൽ പിന്നെ ഇന്നത്തെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടാ. ഉച്ചയ്ക്കുള്ള എല്ലാമായി. പിന്നെ ഞാൻ കിച്ചണിൽ വെച്ചിരിക്കുന്ന എൻ്റെ ചെടികളൊക്കെ ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി ഇതാ സിറ്റ് ഔട്ടിൽ കൊണ്ട് വെച്ചിട്ടാ. നല്ല നേരിട്ട് വെയിലടിക്കില്ല, ഇളം വെയിലടിക്കാൻ വേണ്ടി ഇവിടെ വച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വൈകുന്നേരം വീണ്ടും കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം ചായ ഇടാൻ വേണ്ടി ചായയും വെള്ളവും തേയിലയൊക്കെ വച്ചു. മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നു. അപ്പോൾ അവർ കുളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ചായ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് സ്നാക്സ് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ ഇനി അത് കളയണ്ടെന്ന് വിചാരിച്ച് കുറച്ച് നെയ്യും ഉണ്ടായിരുന്നു. അപ്പം നെയ്യും ഒന്ന് മിക്സ് ചെയ്ത് ഈ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ് ചായയുടെ കഴിക്കുക. ഒന്ന് നല്ലതായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് നല്ല സോഫ്റ്റായ ഇരിക്കണേക്കാളും നമ്മൾ ഈ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല മൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ബ്രെഡ്. അതുകൊണ്ട് ഞാൻ നെയ്യൊക്കെ ഒഴിച്ചാണ് കൊടുക്കുന്നത്. ഇനിയിപ്പം നെയ്യില്ലെങ്കിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും അല്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നമ്മൾ നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇന്നതേ ഉണ്ടാക്കൂ എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്യട്ടെ. പിന്നെ അത് വേസ്റ്റാക്കി കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. ഇപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നു, പക്ഷേ എനിക്ക് ഇന്ന് ഈ ബ്രെഡ് പിന്നെ വേസ്റ്റായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എല്ലാ ബ്രെഡും നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചായയൊക്കെ കുടിക്കണം, അത്രയുള്ള പരിപാടിയേ ഉള്ളൂ കേട്ടോ. പിന്നെ ചായ കുടിച്ചതിന് ശേഷം കുഴിച്ച പാത്രങ്ങളും പിന്നെ മക്കൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴാണ് മോന് കുറച്ച് കാടൻ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവന് പുഴുങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവർ പറയുന്ന സമയത്ത് കൊടുത്ത് അവർ കഴിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാൻ പാടായിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ അതുമൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി കുക്കറിലേക്ക് വെച്ച്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അങ്ങനെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഓക്കെ. വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി.